കല്യാണം കഴിഞ്ഞ 2-ാം ദിവസം മമത, ഫാം ഹൗസിൽ ഞങ്ങളല്ല, നീയാണ് പോകുന്നത്. കാരണം എനിക്കും വിജയ്ക്കും ഒരു മീറ്റിങ്ങിനായി ദുബായിക്ക് പോകേണ്ടതുണ്ട്. അവിടെ കുടുംബം മുഴുവനുണ്ട്. വരൂ, പെട്ടെന്ന് ഫാം ഹൗസിലേക്ക് വിടാം. 3 പേരും കാറിലിരുന്ന് കുറച്ചു സമയത്തിനുള്ളിൽ ഫാം ഹൗസ് എത്തും. 2 ജ്യേഷ്ഠന്മാര് അവളെ ഫാം ഹൗസിന്റെ മുമ്പിൽ തന്നെ ഇറക്കി. ശരി മമത, ഫാം ഹൗസ് എത്തി. ഞങ്ങളിതാ പോകുന്നു. അല്ല, ഇതെന്ത് കാര്യം? നിങ്ങളും കൂടെ വരൂ അകത്തേക്ക്. 1 മിനിറ്റ് കൂടി വൈകിയാൽ ചിലപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സാകും. ഇത്രയും പറഞ്ഞ് 2 പേരും അവിടെ പോയി. മമതയ്ക്ക് എന്തോ പോലെയായി. പക്ഷെ അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോയി. അവിടെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫാം ഹൗസ് നല്ല വലുതാണല്ലോ. അല്ല, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എല്ലാരും എവിടെയാണ്? അമ്മ, അച്ഛാ, നാത്തൂനെ, ചേട്ടത്തി, നിങ്ങളൊക്കെ എവിടെയാ? അപ്പോഴേക്കും ആദ്യത്തെ വാതില് തുറന്ന് അമ്മായിയമ്മ വന്നു. വന്നു എന്റെ പുന്നാര മോള്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിന്റെ ഈ വീട്ടിലെ ആദ്യത്തെ അടുക്കളയല്ലേ? ഞങ്ങൾക്ക് 2 പേർക്കും ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് വാ. അമ്മ, ബാക്കിയുള്ളവരെവിടെ പോയി? മോളെ, നീ വന്നപ്പോ തന്നെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയല്ലോ. പോയി പറഞ്ഞ കാര്യം ചെയ്യാദ്യം. പയ്യെ പയ്യെ എല്ലാരും കാണാൻ പറ്റും. ചെല്ല്. അവൾ ആദ്യത്തെ അടുക്കള തന്നെ അടിപൊളിയാക്കി. 2 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി. അമ്മായിയമ്മയും മരുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു. രാത്രി വീണ്ടും ഭക്ഷണം ഉണ്ടാക്കി 2 പേര് തമ്മിൽ. മോളെ, ഒരുപാട് രാത്രിയായി. അടുത്തൊന്നും താമസക്കാരില്ല. ഞാൻ പോയി ഒന്ന് ഉറങ്ങട്ടെ. നീയും പോയി ഉറങ്ങ്. ഇത്രയും പറഞ്ഞ അമ്മായിയമ്മ അവരുടെ ആ മുറിയിലേക്ക് പോയി. മമതയ്ക്ക് എന്തോ പോലെ തോന്നി. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അടുത്ത ദിവസം രാവിലെ നേരത്തെ എണീറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അമ്മായിയമ്മയുടെ വാതിലിൽ അവൾ പോയി മുട്ടി. അമ്മ, അമ്മ, വാതിൽ തുറക്ക്. രാവിലെ 9 മണിയായി. അവൾ ഒരുപാട് പ്രാവശ്യം വാതിൽ കൊട്ടിയെങ്കിലും അമ്മായിയമ്മ വാതിൽ തുറന്നില്ല. അപ്പോഴേക്കും അതിന്റെ അടുത്തുള്ള മുറിയിലെ വാതിൽ തുറന്നു. ചേട്ടത്തി പുറത്തിറങ്ങി. അല്ലേ, നീയാണോ പുതിയ മരുമകള്? നിന്നെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി. ആദ്യം പോയി ഫാം ഹൗസ് ഒക്കെ വൃത്തിയാക്ക. നമുക്ക് വൈകുന്നേരം പാർട്ടി കൂടാം. അല്ല ചേട്ടത്തി, അമ്മായിയമ്മ വാതില് തുറക്കുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഇന്നലെ നീ അമ്മായിയമ്മയോട് ഇത് തന്നെയല്ലേ ചോദിച്ചേ? എന്നോട് ഇപ്പൊ തന്നെ ചോദിക്കാൻ തോന്നി. എനിക്കും തന്നെ പറയാനുള്ളൂ. പയ്യെ പയ്യെ നിനക്ക് എല്ലാരും കാണാൻ പറ്റും. എന്താണോ പറഞ്ഞ അത് ചെയ്യ്. ചേട്ടത്തിയുടെ കണ്ണ് ചുമന്നിരിക്കണ കണ്ട് അവളൊന്നും മിണ്ടിയില്ല. വൈകുന്നേരമായപ്പോൾ അവൾ ഭക്ഷണമൊക്കെ വെച്ച് 2 പേരും സംസാരിച്ചു. സംസാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചേട്ടത്തി അവളുടെ മുറിയിൽ പോയി വാതിലങ്ങ് അടച്ചു. രാവിലെ ആയപ്പോ അമ്മായിയമ്മയുടെയും ചേട്ടത്തിയുടെയും വാതിലിൽ പോയി മുട്ടി. പക്ഷെ 2 പേരും വാതില് തുറന്നില്ല. 3-ാമത്തെ മുറിയിൽ നിന്നും ചേട്ടൻ ഇറങ്ങി വന്നു. വന്നു നീ. എനിക്ക് ചായ മാത്രം മതി കേട്ടോ. ഈ ചേട്ടൻ ഇത്തിരി പ്രശ്നക്കാരനാ. അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാനില്ല. പോയി ചായ ഉണ്ടാക്കാം. അതും പറഞ്ഞ് അവള് ചേട്ടന് വേണ്ടി ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. രാത്രിലത്തെ ഭക്ഷണവും കഴിച്ചു. അദ്ദേഹവും മുറിയിലേക്ക് അങ്ങ് നടന്നുപോയി. അങ്ങനെ അടുത്ത ദിവസം അവളുടെ നാത്തൂൻ ഇറങ്ങി വന്നു. പിന്നീട് അവളുടെ അമ്മായിയച്ഛൻ. പക്ഷെ ആരും അവളുടെ ചോദ്യത്തിന് ഉത്തരം തരുന്നില്ലായിരുന്നു. എല്ലാ ദിവസവും ഓരോ മുറിയിൽ നിന്നും ഒരാള് വെച്ചു വരും. അടുത്ത ദിവസം ആവുമ്പോ ആ വാതിൽ തുറക്കില്ല. ഇത് എന്ത് തരം ഫാം ഹൗസാ? എന്നും ഒരാള് മാത്രമേ വരുള്ളൂ. എനിക്കിവിടെ എന്തോ കുഴപ്പം തോന്നുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൾ 8-ാമത്തെ മുറി തുറക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അത് തുറന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 7 വാതിൽ തുറന്നു. പക്ഷെ 8-ാമത്തെ വാതിൽ നിന്നും ആരും വരുന്നില്ല. അവൾ ആ വാതിൽ മുട്ടിക്കൊണ്ടിരുന്നപ്പോ ആ മുറിയിലെ വാതിൽ തന്നെ തുറന്നു. മുറിയിൽ കൂരിട്ടായിരുന്നു. ആ മുറിയിൽ വലിയൊരു കണ്ണാടിയും വെച്ചിട്ടുണ്ടായിരുന്നു. ആ കണ്ണാടി നോക്കിയപ്പോ അവള് പേടിച്ചുപോയി. അവളുടെ കാലിന് താഴെ അവളുടെ ചത്ത ശവം കിടക്കുന്നു. അവളുടെ ആത്മാവ് ആ കണ്ണാടിയിൽ അവളെ നോക്കുന്നു. ഇത് കണ്ടവൾ ശരിക്കും പേടിച്ചുപോയി. ആ മുറിയിലെ വാതിൽ തന്നെത്താനെ അടഞ്ഞുപോയി. ഇതെന്തുവാ? ഞാൻ മരിച്ചുപോയി. ഒന്ന് വാതിൽ തുറക്കൂ. ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്കൂ. അവളുടെ അമ്മായിയമ്മ വന്നു. മോളെ, നിനക്ക് ഈ മുറിയിന്ന് പുറത്തു പോവണമെങ്കിൽ ഫാം ഹൗസിൽ പുതിയ മരുമകള് വരണം. ഞങ്ങളെ പോലെ നീയും ഇപ്പൊ ഒരു ആത്മാവായി മാറി. അജയ് എന്നോട് കാണിച്ചതൊട്ടും ശരിയായില്ല. ആ മുറിയില് മമതയുടെ ആത്മാവ് കുറെ ദിവസങ്ങളായി ഉണ്ടായിരുന്നു. അപ്പോഴാണ് കണ്ണാടിയിൽ മമത കാണുന്നത് ജ്യേഷ്ഠന്റെ അനിയൻ വിജയ് ഫാം ഹൗസിന്റെ പുറത്ത് ഒരു പെൺകുട്ടിയുമായിട്ട് നിൽക്കുന്നു. അജയ് ചെയ്ത പോലെ തന്നെ. ഇതിന്റെ അർത്ഥം വിജയ് കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്നു. ഇവളെ ഞാൻ മരിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. വിജയുടെ ഭാര്യ രാധിക അതുപോലെ വന്നു. അവിടെ മമത അകത്തുനിന്ന് കുറെ നേരമായി തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അകത്തെ ശബ്ദം ഒരിക്കലും പുറത്തു കേൾക്കില്ല. ഇത്രയും വലിയ ഫാം ഹൗസ്, പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. കുറച്ചുനേരം കഴിഞ്ഞ് അതേമാതിരി അവളുടെ അമ്മായിയമ്മ പുറത്തേക്ക് വന്നു. അടുത്ത ദിവസം അവളുടെ അമ്മായിയച്ഛൻ, 3-ാം ദിവസം ചേട്ടത്തി, 4-ാം ദിവസം ചേട്ടൻ. 8-ാം ദിവസമായിരുന്നു മമതയുടെ വാതിൽ തുറക്കേണ്ടത്. രാധികയ്ക്ക് സംഭവിക്കുന്നത് ശരിക്കും എനിക്ക് സംഭവിച്ച പോലെ തന്നെയാണ്. പക്ഷെ രാധികയെ മരിക്കാൻ സമ്മതിക്കില്ല. രാധിക വഴി ഞാൻ ഈ രഹസ്യം എന്തായാലും പുറത്തേക്ക് വരുത്തിക്കും. 8-ാം ദിവസം തന്നെത്താനെ അവളുടെ മുറിയിലെ വാതിൽ തുറന്നു. ചേച്ചി, ഇതെന്താ ഓരോ ദിവസവും ഓരോരുത്തരും പുറത്തു വരുന്നത്? പിന്നീട് ആ വാതിൽ തുറക്കാൻ പറ്റുന്നില്ലല്ലോ. രാധിക, ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കേട്ടിട്ട് ഒരിക്കലും പേടിക്കരുത് മോളെ. ഇവിടെ താമസിക്കുന്നവരാരും ജീവനോടെയില്ല. എല്ലാവരും ആത്മാവാണ്. ഞാനും ഒരു ആത്മാവാ. അങ്ങനെ രാധികയോട് മമത എല്ലാ കഥകളും പറയും. ആദ്യമൊന്ന് രാധിക പേടിച്ചെങ്കിലും മമത അവൾക്ക് നല്ല ധൈര്യം കൊടുത്തു.
അടുത്ത ദിവസം നീ മുറിയിലേക്ക് പോകുമ്പോ നീയും ഒരു ആത്മാവായി മാറും. ഇനി നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. ഇവർക്കൊക്കെ നമുക്ക് മുക്തി കൊടുക്കണം. ഞാൻ പറയണ ശ്രദ്ധിക്ക്. മമത എല്ലാ പ്ലാനും അവൾക്ക് പറഞ്ഞു കൊടുത്തു. ചേച്ചി പേടിക്കണ്ട, ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യാം. അങ്ങനെ രാധികേനെ മമത ആ ഫാം ഹൗസിൽ നിന്ന് ഓടിച്ചു. അവൾ ഓടി ഓടി പഴയ വീട്ടിലേക്ക് അങ്ങനെ എത്തി. അവിടെ അജയും വിജയും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേരും രാധികനെ കണ്ട് ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സംഭവിച്ചു? നീ എങ്ങനെ ഇവിടെ വന്നു? ഈ ചോദ്യം ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കണ്ടേ? നിങ്ങൾ ഇന്നലെ ദുബായിക്ക് പോയതല്ലേ, പിന്നെ ഇവിടെ എങ്ങനെ? എനിക്ക് നിങ്ങളുടെ എല്ലാ സത്യങ്ങളും മനസ്സിലായി കഴിഞ്ഞു. പുതിയ മരുമക്കളെ ഫാം ഹൗസിൽ വിട്ട് അവരെ അവിടെ കൊന്നു കളയുന്നുല്ലേ? വിജയ്, നമുക്ക് ഇവളെ കെട്ടിയിടാൻ വാ. അവര് രണ്ടുപേരും അവളെ പിടിക്കാൻ പോയപ്പോ അവിടെ വലിയൊരു പൂജാരി എത്തി. രാധികയുടെ കൂടെ അദ്ദേഹവും ഉണ്ടായിരുന്നു. എന്നോട് രാധിക ഫാം ഹൗസിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതെന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? പെട്ടെന്ന് പറ. ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ആത്മാവിനെ ഈ കുപ്പിക്കകത്ത് ഞാൻ ആക്കും. എന്നിട്ട് നരകത്തിലോട്ട് വിടും. അയ്യോ, അങ്ങനെ ചെയ്യരുതേ. ഞാൻ സത്യം മുഴുവൻ പറയാം. ആ ഫാം ഹൗസ് ഞങ്ങളുടെ മുത്തച്ഛൻ പണിതാണ്. ഞങ്ങളുടെ മുത്തച്ഛനെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. മരണശേഷം അദ്ദേഹത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ അടുത്ത് വന്നു. മക്കളെ, എനിക്ക് നിങ്ങളോട് വല്ലാത്ത വാത്സല്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ വിട്ടുപിരിയാനും പറ്റത്തില്ല. എന്റെ എല്ലാ കുടുംബാംഗങ്ങളും ഈ ഫാം ഹൗസിൽ തന്നെ താമസിക്കണം. ജനിച്ച മനുഷ്യൻ ഒരു നാൾ എന്തായാലും മരിക്കത്തില്ലേ? ആത്മാവിനൊരിക്കലും മരണമില്ലല്ലോ. നമ്മളെല്ലാരും ആത്മാവായി ഈ ഫാം ഹൗസിൽ ജീവിക്കും. പിന്നെ നമ്മൾ ഒരിക്കലും പിരിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. ഇത് പ്രകൃതിക്ക് വിരുദ്ധമാണ്. എന്റെ കൂടെ വരൂ. പൂജാരി എല്ലാവരെയും കൊണ്ട് ആ ഫാം ഹൗസിലേക്ക് കൊണ്ടുപോയി. രാത്രി മുഴുവൻ പൂജ ചെയ്തു. വെളുപ്പിനെ എല്ലാവരുടെയും വാതിൽ തന്നെത്താനെ പൊട്ടി എല്ലാ ആത്മാക്കളും പുറത്തു വന്നു. അവർക്കെല്ലാം മുക്തി കിട്ടി. ഇന്നാണ് മനസ്സിലായത് മുക്തി കിട്ടിക്കഴിയുമ്പോഴുള്ള സമാധാനം. ഇത് വലിയ കഷ്ടമായിരുന്നു. മമത മോളെ, നമ്മുടെ ആത്മാവിനൊക്കെ ശാന്തി കിട്ടിയത് ഇപ്പോഴാ. അതിന് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. സ്നേഹം കാരണം ഞങ്ങൾ ഇതെല്ലാം ചെയ്തതാ. പക്ഷെ ഇത് ശരിയല്ലായിരുന്നു എന്ന് മനസ്സിലായി. എല്ലാ ആത്മാവും അപ്രത്യക്ഷരായി. ആ ഫാം ഹൗസിൽ ഇപ്പോ ഒരു ശാന്തി ഉണ്ടായിരുന്നു. അവിടെ ഒരു ആത്മാവും ഇല്ലായിരുന്നു. അങ്ങനെ രാധികയും വിജയ് അജയും സന്തോഷത്തോടെ ആ ഫാം ഹൗസിൽ ജീവിക്കാൻ തുടങ്ങി. സോനു, എന്താച്ചാ? വരൂ മോനെ, ഇപ്പൊ നന്നായി വെയിലുദിക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഒട്ടും വയ്യ. ഞാൻ അച്ഛനോട് പറഞ്ഞല്ലേ, അച്ഛൻ വേണേ പൊക്കോ, ഞാനിതൊറ്റയ്ക്ക് ചെയ്തോളാം. നീ പറഞ്ഞു എന്നുള്ളത് ശരിയാ, പക്ഷെ നീ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാനാ? ഇത്ര വലിയ കൃഷിയിടമല്ലേ, ഇത് തയ്യാറാക്കിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടേ? അതൊക്കെ ഞാൻ ശരിയാക്കാം അച്ഛാ. അച്ഛൻ വീട്ടിലേക്ക് പൊക്കോ. നീ വന്നാലേ ഞാൻ പോവൂ. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം വരാം. അപ്പോഴേക്ക് ഇരുട്ടാവില്ലേ അച്ഛാ? അച്ഛൻ നടന്നോ, ഞാൻ വന്നോളാം. നീ വാശി പിടിക്കാതെ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഇന്ന് അവധി എടുക്കാം. അച്ഛാ, കർഷകർക്ക് എവിടെ അവധിയുള്ളത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇന്ന് നീ ലീവ് എടുത്തോ. നീ എൻ്റെ കൂടെ വന്നേ. ഈ കഥ ഈ കുഞ്ഞു കുടുംബത്തിന്റെ തന്നെയാണ്. കിഷൻ ഭാര്യ ഗംഗ, മോൻ സോനു, മകൾ മോനയുടെ കൂടെ താമസിക്കുന്നു. ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നു. ഒരു വീട് കഴിഞ്ഞാൽ കുറെ ദൂരം കഴിഞ്ഞാണ് ഒരു വീട്. കിഷന്റെ വീട് കൃഷിഭൂമിയുടെ നടുക്ക് തന്നെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. പിന്നീട് വീട്ടിലെത്തി. രണ്ടുപേരും വന്നോ? വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ജോലി മുഴുവൻ തീർത്തിട്ടാ വന്നേ. എവിടെ അമ്മേ? അച്ഛൻ പറഞ്ഞിന്ന് ലീവ് എടുക്കാൻ. അച്ഛൻ എന്നോട് അച്ഛൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. അവധിയോ എന്ന് പറഞ്ഞാൽ? അല്ല ഗംഗ, ഒന്ന് പുറത്തേക്ക് നോക്ക്, എന്ത് വെയിലുള്ളത്. ആർക്കെങ്കിലും അസുഖം വന്നാൽ പിന്നെ എന്താ ചെയ്യാ? അല്ല, അവളെവിടെ പോയി? കിണറ്റീന്ന് വെള്ളം എടുക്കാൻ പോയിരിക്കുവാ. അച്ഛൻ അവിടെ നിന്ന് വെള്ളം കുടിച്ചല്ലേ? ഒരു ടാപ്പ് സെറ്റ് ചെയ്തൂടെ? നമുക്ക് വേണ്ടി അമ്മയും മോനെയും എത്ര ദൂരത്തേക്കാണ് വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത്? അതിനെന്താ മോനെ, നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടോണ്ടിരിക്കല്ലേ. അതമ്മ, എന്നാലും ടാപ്പ് പിടിപ്പിച്ചൂടെ? നീ പറഞ്ഞത് ശരിയാ. ശരി, വാ. ഇത്തവണത്തെ വിളവെടുപ്പ് കഴിഞ്ഞാ ആദ്യം തന്നെ നമുക്ക് ടാപ്പ് സെറ്റ് ചെയ്യണം. കിഷൻ വാക്ക് കൊടുത്തപ്പോഴത്തേക്കും അവന് സന്തോഷമായി കഴിക്കായിരുന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന് സോനുവിന്റെ അച്ഛ ഞാൻ പറഞ്ഞോണ്ടിരുന്നതേ, ആ പറയൂ ഗംഗേ. ഇവനെ നമുക്ക് കെട്ടിച്ചു വിടണ്ടേ? ആ നടത്താന്നേ, നമുക്ക് നന്നായി തന്നെ നടത്തണം. അത് വേണ്ടച്ച. ഇനി ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഇതും കൂടി എന്തിനാ? എടാ പൊട്ട, ഭാര്യ ബുദ്ധിമുട്ടല്ല, ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. മരുമകള് വരട്ടെ, എല്ലാം ശരിയാവും ഇവിടെ. അതെ ചേട്ടാ, അമ്മ പറഞ്ഞ ശരിയാ. അങ്ങനെയൊന്നും അല്ല. കല്യാണമൊക്കെ കഴിച്ചാൽ നല്ല പണച്ചെലവുണ്ടാവും. ആദ്യം കുറച്ച് പണം ശേഖരിക്കണം, എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം. അങ്ങനെ മാസങ്ങൾ നീണ്ടുപോയി. കൃഷിഭൂമിയിൽ നിറച്ചു നെല്ല്. ഇപ്രാവശ്യം നല്ല രീതിയിൽ കൃഷിയും ചെയ്യാൻ പറ്റി. കിഷന് നല്ല വരുമാനവും ഉണ്ടായി ഇപ്രാവശ്യം. അങ്ങനെ കിഷൻ വാക്ക് പറഞ്ഞ പോലെ അവിടെ ഒരു ഹാൻഡ് പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അന്ന് രാത്രി ഹായ്, നല്ല മധുരമുള്ള വെള്ളം.
സോനുവിന്റെ അച്ഛ, നിങ്ങൾ ഇത് ചെയ്തത് നന്നായി. വേറെ ചെലവ് വരുന്നതിന് മുമ്പ് സോനുവിനെ കെട്ടിക്കണം. നമുക്ക് അവന് വേണ്ടി ഒരു മുറിയും വേണം. വേണ്ട അമ്മേ, ഇപ്പോ മിണ്ടാതിരിക്ക. നീ പറഞ്ഞില്ലേ ആദ്യം പൈപ്പ് പിന്നെ പെണ്ണ്. ദാ പൈപ്പ് ഫിറ്റായി, ഇനി നീ ഒന്നും മിണ്ടരുത്. അമ്മ പറഞ്ഞത് കേട്ട് സോനു ഒന്നും മിണ്ടിയില്ല. അന്നേ ദിവസം തൊട്ട് സോനുവിന് വേണ്ടി പെണ്ണിനെ തപ്പാൻ അച്ഛനും അമ്മയും ഇറങ്ങി. എന്താ പറ്റി അമ്മ? എന്തെല്ലാം ആയോ? ശരിയായി. എനിക്ക് പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. രാധിക എന്നാ പേര്. പഠിക്കാൻ മിടുക്കിയാണ്. പക്ഷേ പിന്നെന്തൊക്കെയാ? അവളുടെ അച്ഛന് അസുഖമുണ്ട്. പിന്നെ അമ്മയില്ല. എനിക്ക് പക്ഷെ ഇഷ്ടമായി അവളെ. അവളെ കാണാനും നല്ല രസമാ. എനിക്കും അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ഞങ്ങളത് ഉറപ്പിച്ചു കഴിഞ്ഞു. മോൻ എന്തായാലും കല്യാണത്തിന് തയ്യാറായിക്കോ. കുറച്ചു ദിവസം കഴിഞ്ഞ് സോനു രാധികയെ വിവാഹം ചെയ്തു. കല്യാണം കഴിഞ്ഞതോടെ രാധിക വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നിർത്താൻ തുടങ്ങി. ആ കുഞ്ഞു കുടുംബത്തിൽ സന്തോഷം മാത്രമായിരുന്നു. പിന്നീട് ഒരു ദിവസം, അമ്മ, ഗ്രാമത്തിൽ അധികം വീടുകളില്ല. ഇവിടെ കുറച്ച് വീടുകളെ കാണുന്നുള്ളൂ. അതെ മോളെ, ഇത് ചെറിയ ഗ്രാമമാണ്. ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല. എല്ലാവരും അവരവരുടെ കൃഷിയും വീടും കുടുംബവും ഒക്കെ ജീവിക്കുകയാണ്. അമ്മ, ഇവിടെ ഹൈവേ എങ്ങോട്ടാ പോകുന്നത്? ഡൽഹിയിലോട്ടാ പോകുന്നത് മോളെ. ഡൽഹിയിലേക്ക് അമ്മ പോയിട്ടുണ്ടോ? ചികിത്സയ്ക്ക് വേണ്ടി സോനുവിന്റെ അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. വലിയ റോഡൊക്കെയാണ്. ഒരു ബസ്സുകാരൻ ടൂർന്നോഞ്ഞു വന്ന്. അപ്പൊ അധികം ദൂരം ഇല്ല അല്ലേ ഡൽഹിക്ക് ഇവിടുന്ന്? അതെ, പക്ഷെ നീ എന്താ ചോദിക്കണേ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചാ. ഗംഗയ്ക്ക് മനസ്സിലായില്ല രാധികയുടെ മനസ്സിൽ എന്താണെന്ന്. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ഒരു ദിവസം സോനുവും കിഷനും തലേ കൈവച്ചിരിക്കുകയായിരുന്നു. രാധിക അപ്പൊ ചായ കൊണ്ടുവന്നു. എന്താണച്ചാ, പ്രശ്നം വല്ലതും ഉണ്ടോ? അതേ മോളെ, ഇത്തവണ വലിയ വിപത്താ ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ മഴ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് വിളവെല്ലാം ഉണങ്ങി തുടങ്ങി. പാവം സോനു ടാപ്പിൽ നിന്നും വെള്ളമെടുത്ത് എന്നും വിളവ് നനച്ചിരുന്നു. അങ്ങനെ കുറഞ്ഞത് നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങളും ലഭിക്കും. കഴിഞ്ഞ വർഷം നല്ല മഴയുണ്ടായിരുന്നല്ലോ. അതെ രാധിക, ഇപ്പം മഴ കിട്ടിയിരുന്നെങ്കിൽ ആദ്യ വിളവ് എടുക്കാമായിരുന്നു. ഇതാണ് കൃഷിയുടെ ഏറ്റവും വലിയ പ്രശ്നം. മഴ കുറഞ്ഞാലും പ്രശ്നമാണ്, മഴ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ദൈവം, ഇതെന്തായി കാണിക്കുന്നത്? മോനും മോളുടെ കല്യാണം നടത്തണ്ടേ? പൈസ ഇല്ലാണ്ട് എങ്ങനെയപ്പം നടത്തുക? വിഷമിക്കാതിരിക്കുക ഗംഗ, എല്ലാം ശരിയാവും. കുടുംബത്തിന്റെ പ്രശ്നം കാരണം രാധികയ്ക്കും വിഷമമായി. അവൾ കുടുംബത്തിനെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ള ചിന്തയിലായി പോയി. അച്ഛ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ മോളെ, പറയൂ, എന്താ കാര്യം? മോനയുടെ കല്യാണം നടത്താൻ എത്ര രൂപ വേണം അച്ഛന്? എന്താ മോളെ അങ്ങനെ ചോദിച്ചത്? പറ അച്ഛ, എത്രയാ? ഒരു 5 ലക്ഷം രൂപ എന്തായാലും വേണ്ടി വരും. 3 ലക്ഷം ബാങ്കിൽ കിടപ്പുണ്ട്. 2 ലക്ഷം എവിടെ നിന്ന് ഒപ്പിക്കോ എന്തോ ഒരു പിടിയില്ല. എന്തേലൊരു വഴിയുണ്ട്. നിങ്ങൾക്കത് കുഴപ്പമില്ലെങ്കിൽ പറയാം. പറയൂ രാധികേ. അത് പിന്നെ, ഇവിടുത്തെ ഈ നഗരത്തിലെ ആൾക്കാർക്ക് ഫാം ഹൗസ് വെഡ്ഡിംഗ്, ഫാം ഹൗസ് പാർട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടാ. നമ്മുടെ ഹൈവേ അടുത്ത് തന്നെയല്ലേ. ഡൽഹി അധികം ദൂരമില്ല. ഹൈവേ നിന്നുള്ള വഴിയൊന്ന് നന്നാക്കി കിട്ടിയാൽ മതി. കൃഷിഭൂമി ഒന്ന് അലങ്കരിച്ച് ആ തോരണങ്ങളൊക്കെ ഇട്ടൊന്ന് ഒരുക്കി വെച്ചാ മതി. പിന്നെ നല്ലൊരു പേര് കണ്ടുപിടിച്ച് ബോർഡ് വെച്ചാ മതി. മോളെ, നീ പറയുന്നതൊക്കെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ വേണ്ട പണം എവിടുന്ന് കിട്ടും? ഇതിനെല്ലാം 3 ലക്ഷം മതിയാവായിരിക്കും. ഈ വ്യാപാരം നന്നായിട്ട് പോയാൽ അടിപൊളിയായിട്ട് നടത്താം അവളുടെ കല്യാണം. എനിക്കും ആ ആശയം നന്നായി തോന്നുന്നു. അടുത്ത ദിവസം കുടുംബം മുഴുവൻ രാധിക പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഹൈവേ തൊട്ട് കൃഷിഭൂമി വരെ ടൈലിടുകയും ചെയ്തു. ചുറ്റിനും തടി വെച്ച് ബൗണ്ടറി ഉണ്ടാക്കി. കൃഷിഭൂമി നല്ല രീതിയിൽ ഒരുക്കുകയും ചെയ്തു. നല്ല നല്ല ഇരിപ്പിടങ്ങളും അവിടെ സെറ്റാക്കി. കൃഷിഭൂമിന്റെ നടുക്ക് തന്നെ നല്ല അലങ്കരിച്ച ഒരു വീടും ഉണ്ടാക്കി. വീട്ടിലുള്ള എല്ലാവരും കഷ്ടപ്പെട്ടു. അടുത്ത ദിവസം, ഹലോ, എൻ്റെ പേര് രാഹുൽ എന്നാണ്. ഞാൻ ദില്ലിയിൽ നിന്നാണ് വരുന്നത്. ഈ റിസോർട്ട് ആദ്യമായി കാണുന്നത്. ഇന്നൊരു ദിവസത്തേക്ക് ഇത് അവൈലബിൾ ആണോ? അതേലോ, അവൈലബിൾ ആണ്. എന്താണ് ഫംഗ്ഷൻ? എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. എൻ്റെ ബജറ്റ് 20,000 ആണ്. നിങ്ങൾക്ക് ഓക്കെ ആണോ? അത് ഓക്കെയാണ്. ഓ, താങ്ക് യു സോ മച്ച്. ഇതാ 10,000 രൂപ അഡ്വാൻസ്. രാധികയുടെ പ്ലാൻ വർക്കാവുന്നുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് രാഹുലിന്റെ മകന്റെ ബർത്ത്ഡേ നന്നായി നടത്തി. രാധികയും കുടുംബവും ആ പരിസരം മുഴുവൻ ബലൂണും അലങ്കാരം വെച്ച് ഒരുക്കി. പയ്യെ പയ്യെ ഗംഗ റിസോർട്ട് എല്ലാരും അറിഞ്ഞ് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. ഇപ്പൊ രാധികയ്ക്കും രാധികയുടെ കുടുംബത്തിനും തിരക്കോടെ തിരക്കായി. 2 വർഷത്തിന് ശേഷം, ചേട്ടാ പെട്ടെന്ന് ആഹാരം വെക്ക്, ഇപ്പൊ തന്നെ വരൂ അവര്. ശരി മാഡം, ഇപ്പൊ കൊണ്ടുവരാം. മോന, ഇതുവരെ ഒരുങ്ങിയില്ലേ നീ? മോന, പെട്ടെന്നാവട്ടെ.
ഇത് കണ്ടോ മോളെ നീ മോനേനെ? കണ്ടു അമ്മ, നമ്മുടെ മാലാക കുട്ടിയാ. ഇതെല്ലാം ചേട്ടത്തി കാരണമാ. ഞാൻ കാരണമല്ല, നമ്മളെല്ലാവരും. പിന്നെ ഇവിടുത്തെ റിസോർട്ട് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ നിന്റെ ആദ്യത്തെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി? അന്നത്തെ ദിവസം ചിലപ്പോ ഇവിടെ അവൈലബിൾ അല്ലെങ്കിലോ? Thanks for watching.